ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് കുക്കറിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കാനായിട്ടൊരു 15 നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനെങ്ങനെ മുറിച്ചിരിക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് മുറിച്ച് കളയുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പകുത്തെടുക്കുക. അതിനുശേഷം ഒരു കഷ്ണം ഒരു 3ആയിട്ട് മുറിച്ചെടുക്കാം. അപ്പം ഞാൻ ഒരു നാരങ്ങ ഒരു 6 കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നാരങ്ങ അച്ചാർ ഇടുമ്പോൾ നമ്മുടെ നാരങ്ങ നല്ല പഴുത്തതായിരിക്കാൻ ശ്രദ്ധിക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ പച്ച നാരങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിനൊരു കയ്പ്പുണ്ടാകും. എനിക്കിപ്പം കൂടുതലും കിട്ടിയേക്കുന്ന പച്ച നാരങ്ങയാണ്, പഴുത്തത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അച്ചാറിട്ട് കഴിഞ്ഞപ്പം ചെറിയൊരു കയ്പ്പുണ്ടായിരുന്നു. എങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഒരു 1-2 ദിവസം വെച്ചാൽ മതി, കയ്പ്പൊക്കെ നന്നായിട്ട് മാറിക്കോളും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ അടുപ്പത്തൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ കുക്കറൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ചെയ്യുമ്പോൾ നല്ലെണ്ണ തന്നെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മുടെ അച്ചാർ കുറേ നാൾ കേടുകൂടാതിരിക്കണമെങ്കിൽ നല്ലെണ്ണ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനി ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. നമ്മളിതിലിപ്പം ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി വെളുത്തുള്ളിയല്ലി ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 12 വരും. പിന്നെ ഒരു 15ഓളം കാന്താരിമുളക് ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കാന്താരിമുളകൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലൊന്നും ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഒരു 4-5 പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും പൊടികൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഇത്തിരി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ 2 വിസിലും അടിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ നാരങ്ങയൊക്കെ വെന്തിട്ട് നല്ല കറക്റ്റ് പാകത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ അച്ചാർ എന്തായെന്നൊന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഈ അച്ചാർ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ അച്ചാർ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പച്ച നാരങ്ങ എടുത്തിരുന്നത്, അതുകൊണ്ട് തന്നെ ചെറിയൊരു കയ്പ്പുണ്ട്. എങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ചൂടോടുകൂടെ നോക്കുമ്പോൾ നല്ല കയ്പ്പ് തോന്നും, പക്ഷേ തണുത്തതിന് ശേഷം നോക്കുമ്പം അധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു 2 ദിവസം വെച്ചാൽ മതി, അപ്പോഴേക്കും നല്ല കറക്റ്റ് പാകത്തിൽ കിട്ടും. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പികളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.